1 + 1 2 is mathematics. 1 + 1 1 is love. നിനക്ക് എന്താണ് ഈ രോഗം? എനിക്ക് മരുന്ന് വേണം. എന്ത് മരുന്ന്? ഭ്രാന്തെടുക്കാനുള്ള മരുന്ന്. ഭ്രാന്തെടുക്കാൻ മരുന്ന് കൊടുക്കുകയോ? വേണ്ട, അമ്മാവന് വിളമ്പി തരാൻ മാത്രം ഞാൻ മതിയല്ലോ. എപ്പോഴും അമ്മ ഉണ്ണിയമ്മാനെ നോക്കാൻ ആരുമില്ലെന്ന് പറഞ്ഞ് കേട്ട് കേട്ട് മടുത്ത ഞാൻ ഇങ്ങോട്ട് വന്ന്. ഏയ്, അതിന് 1ാം ക്ലാസ് കുട്ടിയെ പോലെ കരയ. മരുന്ന് ആർക്കാണെന്ന് പറഞ്ഞില്ലല്ലോ കുട്ടിയെ. അവന് ആ ഊപ്പായിക്ക്. ഊപ്പായോ? ആ വാളി കള്ളുകൂടിയൻ, അമ്മാവന്റെ വലിയ ആത്മസുഹൃത്തിന്റെ മകൻ. ഓ, അവനോ? ആ പാപ്പോയോ? പണ്ടെങ്ങാണ്ട് കൂട്ടത്തിൽ പഠിച്ചെന്ന്. അപ്പഴേ അവനൊരു കൊന്ത്രംപുല്ല. കൊന്തംപുല്ലോ? ഞങ്ങള് പെൺകുട്ടികളുടെ പുറകെ പറ്റി പിടിച്ച് നടക്കും. അവൻ ചെയ്ത തെമ്മെടുത്തിട്ടൊന്ന് കേക്ക് ഉണ്ണിയമ്മ. ഇന്നലെ അവൻ ശിവന്റെ അമ്പലത്തിൽ കയറി വന്നിരിക്കുന്നു, കള്ളും കുടിച്ച് എനിക്ക് പൂമാലയായിട്ട്. എന്നിട്ട് എന്റെ മൃദംഗക്കാരന് കണ്ണ് കാണിച്ച് അവിടെ കയറിയിരുന്ന് മൃദംഗം വായിച്ചിരിക്കുന്നു. അവൻ അത്യാവശ്യം മൃദംഗം വായിക്കുമല്ലോ, പിന്നെ എന്താടി കുഴപ്പം? വായിച്ച് പാട്ട കൊട്ടിയ പോലെ ഉണ്ടായിരുന്നു. താളം മുഴുവൻ ഇടഞ്ഞു വായിച്ച് എന്റെ പ്രോഗ്രാം മുഴുവൻ അലമ്പി നാറ്റിച്ച് കളഞ്ഞു. വായിലൊരു ഗ്യാസ് മുട്ടായി ഇട്ടോണ്ട് ശൃംഗരിച്ചാണ്ട് വന്നിരിക്കുന്നു. അത്രക്കായോ അവനെ തെമ്മാടി ഉപ്പായി? എന്നാ അവന്റെ ആ ഗ്യാസ് മുട്ടായിയെ തന്നെ പിടിക്കാം. കരിന്തേല് കുത്തിയാൽ തൊരടെന്ന് പറയുന്ന ഒരു തരം കാട്ടുപ്രാണിയുടെ വിഷം ഇരട്ടി മധുരത്തിൽ കൊടുക്കുന്നൊരു പ്രയോഗമുണ്ട്. കരിന്തേൽ വിഷം തീണ്ടാത്തവനാണെങ്കിൽ ഇവൻ തലച്ചോറി കേറിയ വാണം കത്തിച്ച പോലെ ഇരിക്കും. അത് പിന്നെ എന്തായി മാറും? പിന്നെ ഒരു ഓട്ടവാ, അവൻ നിർത്താതെ ഉച്ചവരെ. ഉച്ചവരോടോ? എനിക്കത് കണ്ടാ മതി. என்ன சாமி தெரிகிறதும் வைடா பாத்தியா பப்பாய், இது நம்ம ஊர்றங்க கேட்ட. வாத்தியார் காலி வாத்தியார் அம்மா காலி, வாத்தியார் காலி வாத்தியார் அம்மா காலி, வாத்தியார் காலி வாத்தியார் அம்மா காலி. பாருடா பப்பாய். பாத்தியா பப்பாய், நான் வாத்தியாரோட ஆளு. வீணா சண்டைக்கு வர மாட்டேன். சண்டை வந்தா விட மாட்டேன். മനസ്സിലായോ മോനെ? வாத்தியார் அம்மா காலி, வாத்தியார் காலி, வாத்தியார் அம்மா காலி, வாத்தியார் காலி தெரிகிறதும். ஹாய், ஜெய் லலிதா அம்மா. பாத்தியா, நான் வாத்தியார் அம்மா ஆளு. இடி இடிக்கிற இடத்துல தலையிடும், மின்னல் மின்ற இடத்துல காலு போடும் சாமி. இந்த எண்ணி கழிச்சு பாரு, உங்க ஊரோட ஸ்வீட்டா இருக்கும். பப்பாய், கொடுக்க வேண்டிய ஸ்தலத்தை அப்பம் கொடுக்கல. கல் உடைக்கிறதுக்கு செட்டிக்கிட்ட இருந்து ஒபிஷியல கிடைச்ச பர்மிஷன் மண்டைக்கும் ஆப்படிச்சு. இப்போ கலெக்டர் கிட்ட இருந்து ஆர்டர் வர்ற மாதிரி ஒரு பயங்கர ஸ்மெல். கல் உடைக்க கூடாதுன்னு. பப்பாய் மோனே, உங்க குஞ்சு பாப்பா கிட்ட ஒரு வார்த்தை சொல்லு. அவரு கால் அதிகமா நீட்டினா அவர் கிளாமர் உடைக்க வேண்டியதா இருக்கும். ஐயோ சாமி, அந்த அளவுக்கு பேசாதே. ஆன வாயில அம்பழங்க போயது போலாவும் என் அப்பன். ஆமா, தேவையா? ஏய் வாங்கடா. பெருமாளும் பப்பாயும் பர்சனலா பேசும்போது, பப்பாய் உனக்கு தெரியல, எங்க ஊர்ல மழை பெஞ்சா உன் கிணத்துல தண்ணி, உங்க ஊர்ல மழை பெஞ்சா என் கிணத்துல தண்ணி. அவ்வளவு பக்கம் பப்பாய் நம்ம ஊருங்க. பின்ன நம்ம அப்படியே ஜாலியா போகல. ஐயோ, அந்த கிணறு வந்தாச்சு. கரெக்டா சொல்லிட்டாரே. அடேங்கப்பா, இந்த தமிழ்நாடு கருக்கு இப்படியே கிணற்றிலே போட்டு கிணறை வெட்டி மூடுவார். பின் அங்க மழை பெஞ்சா இங்க தண்ணி வராது அண்ணாச்சி, புரிஞ்சுதா? சரி, தண்ணி வருமோ இல்லையோன்னு பாப்போம். പരുതൻ ഭാരതദേശത്ത് 425/17 സർവേ നമ്പറിൽ സ്ഥിതി ചെയ്യുന്ന പട്ടരുമഠത്തിൽ ഗോവിന്ദൻ മകൻ സുബ്രഹ്മണ്യൻ കൈവശത്തിൽ ഇരുന്നതും പൂച്ചക്കല്ലിൽ ചാക്കോച്ചു മകൻ മാത്തൻ കൈവശം ഇപ്പോൾ ഇരിക്കുന്നതുമായ പാറമടയിൽ ഇടുക്കി ജില്ലാ കോടതി 215/98 നമ്പർ ഉത്തരവ് പ്രകാരം എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവച്ചിട്ടുള്ളതാണ്. ഈ ഉത്തരവ് ലംഘിച്ചതിനാൽ പൂച്ചക്കല്ലിൽ മാത്തനെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ കോടതി എടുത്തിട്ടുള്ളതുമാണ്. മകന് കൊടുത്ത 5 ഏക്കറിന്റെ സർവക്കല്ലേ വാഗമരം നിൽക്കണ മൂലയാ, അത് അടക്കം പൊട്ടും. ആഞ്ഞിലി മൂടിന് പകരെ ഇനി മാത്തന്റെ അളവ് ഇവിടെ നിന്ന് അങ്ങോട്ട് 10 ഏക്കർ അകത്തോട്ടാ.
ஐயா வணக்கங்க, சௌக்கியமா நீங்க? உங்க குடும்பத்துல இருக்கிற தமிழ் பொண்ணு பழுங்குக்கு அபிசீலி அண்ணன் நான் தானுங்க. ஊரு தேனி, பேரு பெருமாளுங்க, முண்டா பெருத்த பெருமாள். உங்க கூட 2 பாயிண்ட் பேசினேன். எனக்கு உங்க தங்கச்சி பேர்ல உங்க அப்பா எழுதி கொடுத்த சொத்தை நீங்க ஒபிசிலியா மாத்தியாச்சு. பரவாயில்ல, கல்ல உடைச்சு குடும்பம் நோക്കുന്നவனே நீங்க என்ன பண்ணீங்க? മണ്ടല ആ പഠിച്ച് പുറമ്പോക്കിലെ തള്ളിയല്ലോ കുഞ്ചി. ഉപ്പാപ്പാ, ഇവിടെ മഴ പെയ്ഞ്ചാ എന്റെ കിണറ്റിൽ വെള്ളം, അവിടെ മഴ പെയ്താലോ ഉപ്പാപ്പന വെള്ളപ്പൊക്കം. அப்படி இருக்கும்போது நியாயமா உடையவனே உங்க கிளாமர் போயிடுமே ஐயா. தெரியுங்க தெரியுங்க, அந்த காலால படார்னு ஒரு உத பாயிண்ட்ல. நம்ம ஸ்டைல் வேறங்க, ஒரே வெட்டு. ஒரு அடி எடுத்து வச்சீங்க, வெட்டி தூக்கி போட்டுடுவேன். എന്ത് പറഞ്ഞോളാ ഉണ്ടാ പെരുത്ത പെരുമാള്. നിന്നെ എടുത്തെ വരിക്കപ്പിളാവിന്റെ ചോട്ടിലെ കാടിക്ക് പഴപ്പിയും കായ്ക്കട്ടടാ ഒരു പാണ്ടി ചക്ക കൂടെ. നിന്റെ ആ ഉണക്ക നാട്ടിൽ എവിടാടാ മഴ? എന്റെ കിണറ്റിൽ തണ്ണി വരാൻ. ഒരു കോളത്തിട്ടുണ്ട്. നമ്മുടെ ആനിക്കാവളയില്ലേ ഇന്ത്യൻ കോഫി ഹൗസേ, അവള് നിനക്കിട്ടൊരു പണി തരാൻ ഒരു മരുന്നുമായിട്ട് വരും. ഉണ്ണി വൈദ്യർ അത് മേടിച്ചൊന്ന് കൊഴുപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവള് വരുവാടാ? അയ്യോ, ഇതാരും മാറിയോ? ഈ തടി അറപ്പിക്കാൻ വന്നതാ? അല്ല, ഞാൻ ഇയാളെ ഒന്ന് കാണാൻ വന്നതാ. ഭഗവാനെ, അങ്ങനെ എന്റെ ആഗ്രഹം സാധിച്ചു. വാച്ച് സ്വർണ്ണ? സ്വർണ്ണ പൂശിയതാ കോട്ടി. ആ, എനിക്ക് ഓർമ്മയുണ്ട്. പഠിക്കുമ്പോഴേ ആള് പളപളപ്പാ. ആ മാലയുടെ തുമ്പത്തെ കണ്ണാടി ലോക്കറ്റ് ഉണ്ട്, പെൺകുട്ടികളുടെ കണ്ണിലോട്ട് ടോർച്ചടിക്കുന്ന പോലെ. അയ്യോ, പഴയതൊക്കെ ഓർക്കുമ്പോ എന്റെ മായമയും വായിൽ വെള്ളം വരികയാ. എന്റെ ഡോ, ഇതൊന്ന് നേരത്തെ പറയാൻ മേലായിരുന്നോ? എന്ത്? താൻ വലിയ മൃദംഗക്കാരനാണെന്ന്. അയ്യോ, നമ്മൾ വലിയ കൊണാണ്ടറാണെന്നൊന്നും ഞാൻ ആരോടും പറയാറില്ല. താൻ ആള് ആമ്പൽപ്പൂവാണേലും ചെമ്പരത്തിയാ, ചെമ്പരത്തിപ്പൂ. നിന്റെ ചെവിയിൽ ഞാൻ ചെമ്പരത്തിപ്പൂ വെക്കൂടും. ആ മൊട്ടായിക്കൊരു പൂച്ചനട്ടയുടെ മണം. ആ മണം ഒന്ന് സഹിച്ചാലേ ചേട്ടാ. തൊണ്ടതൊമ്പരത്തിനും പൊണ്ണത്തടിക്കും അമ്മാവന്റെ ബെസ്റ്റ് മരുന്നാ. ആണോ? ഈ ചെലമ്പിക്കുന്നതിൽ ഒരു കണ്ടീഷനാലിറ്റി. തൊണ്ട നൊമ്പരത്തിനും പൊണ്ണത്തടിക്കും ഒറ്റ മരുന്ന്. മായമേ, ഞാൻ ഈ തടിയൊന്ന് കുറച്ചാലോ? എന്നിട്ട് നിന്നെ പോലെ നല്ല കമ്പി കാലായാലോ? എന്നെ പോലെ ആവണേലേ ഇയാള് ദിവസം 10 എണ്ണം വെച്ച് കഴിക്കണം. ഒന്നിങ്ങി തന്നെ. ഒരു മൊട്ടായിക്ക് എത്ര കിലോ ഒരുവെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇവന് തന്നെ കംപ്രഷൻ ആക്കും. തടിയോ